സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി ലഹരിവർജ്ജന മിഷനുമായി ചേർന്ന് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഉണർവ് പദ്ധതിയുടെ ഭാഗമായി കുഞ്ചിത്തണ്ണി സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി 5 ലക്ഷം രൂപയുടെ വിവിധ കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ MLA നിർവഹിച്ചു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഹരി വിമുക്തമാക്കുന്നതിനും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥി സമൂഹത്തെ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി ലഹരിവർജ്ജന മിഷനുമായി ചേർന്ന് ഉണർവ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി കുഞ്ചിത്തണ്ണി സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി 5 ലക്ഷം രൂപയുടെ വിവിധ കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ആശയത്തിലൂടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ MLA നിർവഹിച്ചു. വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത്. ജില്ലയിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. അതെല്ലാം അവിടെയുള്ള ആരംഭിച്ചില്ല. നമ്മുടെ സ്കൂളിലേക്ക് ഈ പദ്ധതി കൊണ്ടുവരാൻ കഴിയും. അതിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം എൻ്റെ അഭിനന്ദനങ്ങൾ അറിയില്ലേ ഞാൻ അറിയിക്കുകയാണ്. വിവിധ കായിക ഉപകരണങ്ങളാണ് വിദ്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് M ഭവ്യ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി വിമുക്തി മിഷൻ മാനേജർ ഇൻചാർജ് PM മുഹമ്മദ് റിയാസ് ഉണർവ് പദ്ധതി വിശദീകരണം നടത്തി. ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ KS സുരേഷ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ ഉപകാര സമർപ്പണം നിർവഹിച്ചു. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഉപകരണങ്ങൾ GIM പർച്ചേസിലൂടെ ശേഖരിച്ച് എത്തിക്കുന്നതിൽ പങ്കുവഹിച്ച പ്രിവന്റീവ് ഓഫീസറും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ KB ജീമോനെയും സ്കൂൾ കായികമേളയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.